ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞ ലാസ്റ്റ് മൊഡ്യൂളാണ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ്റെ ലാസ്റ്റ് മൊഡ്യൂളായ ചൈൽഡ് വെൽഫെയർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ചൈൽഡ് വെൽഫെയർ? ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത് ഒരു ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ECCയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ചൈൽഡ് വെൽഫെയർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ട്, ഇപ്പോൾ അമ്മയില്ലാത്ത കുട്ടികൾക്ക്, ഓർഫൻസ് ആണെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ചൈൽഡ് വെൽഫെയർ സെൻറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചൈൽഡ് വെൽഫെയർ സെൻറ്റേഴ്സ് എന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ്സ് സർവീസ് കൺസേൺഡ് വിത്ത് ദ ഫിസിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ വെൽബീയിങ് ഓഫ് ചിൽഡ്രൻ. അല്ലേ, കുട്ടികളുടെ ഒരു ശാരീരികവും അല്ലെങ്കിൽ ഒരു സാമൂഹികവും അല്ലെങ്കിൽ മാനസികവുമായ ക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്. അല്ലേ, ശാരീരികമായിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽബീയിങ് ഓഫ് ചിൽഡ്രൻ, അല്ലെ, എല്ലാ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ചൈൽഡ് വെൽഫെയർ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ സെൻറ്റേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് അധികം ഉണ്ട്. നമ്മുടെ ഓരോ സ്ഥലത്തും ഓരോ ജില്ലകളിലും അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും അവർക്ക് വേണ്ട പഠിക്കുന്ന കാര്യത്തിലാണേലും അവർക്ക് വേണ്ട സ്റ്റൈഫൻ്റെ കാര്യത്തിലാണേലും ഇവരൊക്കെ കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മൾ ചിൽഡ്രൻ ആൻഡ് ഫാമിലി. ചിൽഡ്രൻ ഫാമിലിയിൽ എന്തൊക്കെയാണ് ഒരു ഫാമിലിയിൽ കൂടുതൽ കാര്യങ്ങൾ കുട്ടികളുടെ നോക്കേണ്ടത്, ഫാമിലിയിൽ എത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കുട്ടികൾക്ക് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസ്. ഫാമിലിയിലാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് കൂടുതലായിട്ടൊരു ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസ് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ പേരൻസ് ആണെങ്കിലും കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ അച്ഛനമ്മമാരുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ട് കുട്ടികളുള്ള അവരാണെങ്കിൽ പോലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സർവീസ്, കറക്റ്റായിട്ടുള്ളൊരു പ്രൊട്ടക്റ്റീവ് സർവീസ് വേണം. പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ആരായാലും ഒരു സമൂഹമാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും എല്ലാവരും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഫാമിലി ഹാസ് ടു പ്രൊമോട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ. അല്ല, കുട്ടികൾക്ക് ഫാമിലിയിൽ ഒരു ഹെൽത്തി ഹാബിറ്റ്സ്, കുട്ടികൾ ഇപ്പം വളർന്നു വരുന്ന കുട്ടികളാണ്, ഈ വന്ന കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അല്ലേ, സൊസൈറ്റിയിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുന്ന സൊസൈറ്റിയാണ് നമ്മളത്. ഇപ്പോൾ അവർക്ക് ചെന്ന് ട്രാപ്പിൽ വീഴാൻ വളരെയധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഫാമിലി ഹാസ് ടു പ്രൊമോട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ഓഫ് ദി ചിൽഡ്രൻ. ഒരു കുട്ടികൾക്ക് നല്ല നല്ല ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ. ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ ഒരു 8 to 9 ആകുമ്പോൾ തന്നെ പുകവലി, മദ്യപാനം അങ്ങനെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മാറ്റം വരുത്തിയിട്ട് ഫാമിലിയിൽ നല്ല രീതിയിലൊരു സപ്പോർട്ടാണ്. അച്ഛനമ്മമാർക്കൊരു കണ്ണ് എപ്പോഴും വേണം. അല്ലെ, ഒരു പ്രൊമോട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ആയിരിക്കണം ഫാമിലി എപ്പോഴും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അടുത്തതാണ്, ദ ഫാമിലി അറ്റ്മോസ്ഫിയർ ഓഫ് ദി ചിൽഡ്രൻ ഹാസ് ടു എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ വെൽഫെയർ. ഫാമിലി അറ്റ്മോസ്ഫിയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയുടെ കുട്ടി എങ്ങനെയായിരിക്കണം, ഒരു കുട്ടിയുടെ ഫാമിലിയിൽ പേരൻസ് ഏത് രീതിയിലായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. ഇപ്പം അച്ഛനാണെങ്കിൽ ഇപ്പോൾ വെള്ളമടിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളത്, നമ്മൾ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും അത് ഒരു ക്ലാസ്സിൽ, അല്ലേ, ക്ലാസ്സിലല്ല, ഒരു വീട്ടിൽ ഒതുങ്ങണം. അത് കുട്ടികളെ കൂടുതലായിട്ടും കുട്ടികളെ ഹേർട്ട് ചെയ്യിപ്പിക്കരുത്. അപ്പോൾ ആ രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ലിവിങ് എൻവയോൺമെൻറ്റ് നല്ലതായി, നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ പേരൻസ് അല്ലെങ്കിൽ ഫാമിലിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ മാറ്റി അവർക്ക് നല്ലൊരു പ്രോപ്പർ വേ ഓഫ് ലിവിങ്, അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, അവർക്ക് പഠിക്കേണ്ട കാര്യത്തിലൊരു ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കണം. നല്ല രീതിയിൽ ഒരു ഫാമിലിയിലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോം. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോമിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒരു വീട്ടിൽ കുട്ടി നിൽക്കുമ്പോൾ വീടുകളിലെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഫാമിലി എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് ഈ പറയുന്നത്. ടേക്ക് ബാത്ത് റെഗുലർലി. എല്ലാ ദിവസവും കുട്ടികൾ കുളിക്കുന്നുണ്ടല്ലേ, സ്കൂളിൽ വരുമ്പോൾ തന്നെ ടീച്ചേഴ്സായ നമ്മളും ഇത് ശ്രദ്ധിക്കണം. സ്കൂൾ പോലെ തന്നെ ആയിരിക്കണം, വീട് പോലെ തന്നെയായിരിക്കണം നമ്മുടെ സ്കൂൾ. കുട്ടികൾ എല്ലാ ദിവസവും രാവിലെ നല്ലപോലെ ബാത്ത് ചെയ്യാനല്ലോ, കുളിക്കുന്നുണ്ടോ. അതേപോലെ തന്നെ ഹാവ് എ റെഗുലർ ബൗവൽ മൂവ്മെൻറ്റ്. ഒരു ബാത്റൂമിലൊക്കെ എങ്ങനെയാണ് അവർ പോകുന്നുണ്ടോ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വാഷ് ദെയർ ഹാൻഡ്സ്. വീട്ടിലാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്ത് നമ്മൾ ആദ്യം കുട്ടികൾ വരുന്നത്
വീടുകളിൽ നിന്നാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ വീടുകളിൽ കാണുന്ന ആ ഒരു ഹാബിറ്റ്സൊക്കെ ആയിരിക്കും, ക്യാരക്ടറൊക്കെ ആയിരിക്കും അവർ അവിടെ വന്നാലും കാണിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ വീടുകളിൽ ഏത് രീതിയിലാണോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ കുട്ടികളെ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതേപോലെ തന്നെ വാഷ് ദെയർ ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും കുട്ടികൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പും കഴിച്ചു കഴിഞ്ഞിട്ടും വൃത്തിയായിട്ട് കൈകൾ കഴുകുന്നുണ്ടോ എന്ന് നമ്മൾ കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോം. ഇതിനെക്കാട്ടി കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ടേക്ക് ബാത്ത് റെഗുലർലി, ഹാവ് എ റെഗുലർ ബൗവൽ മൂവ്മെൻറ്റ്സ് ആൻഡ് വാഷ് ദെയർ ഹാൻഡ്സ് പ്രോപ്പർലി, അല്ലേ? അതേപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ. ഒരു ദിവസം കുട്ടി 6 to 8 അല്ലെങ്കിൽ ഒരു 6 to 7 to 8 ക്ലാസ് അല്ലെങ്കിൽ ഒരു 8 to 12 ക്ലാസ് വരെ ഒരു കുട്ടി ഒരു ദിവസം കുടിക്കുന്നുണ്ടോ എന്ന് വീടുകളിൽ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാവിലെ ഉറക്കത്തിൽ നിന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനും കിടക്കുന്നതിന് മുമ്പ് അവർ കൃത്യമായിട്ട് പല്ല് തേച്ചിരിക്കണം, ടീത്ത്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് റെസ്പോൺസിബിലിറ്റി, ഹോമിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നൊരു വീട്ടിൽ ഒരു കുട്ടികളെ ഏതൊക്കെ രീതിയിൽ പെരുമാറണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു അമ്മയുടെ അച്ഛൻ്റെ ഫാമിലിയിലുള്ളവരുടെ കടമയാണെന്നാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോം പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് എസ്റ്റാബ്ലിഷിംഗ് ചൈൽഡ് വെൽഫെയർ സെൻറ്റേഴ്സ്. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ചൈൽഡ് വെൽഫെയർ സെൻറ്റേഴ്സൊക്കെ കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഓരോ കാര്യം ഒരു 3 വയസ്സ്, നമ്മളിപ്പോൾ ഓൾറെഡി പ്രീ പ്രൈമറി എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതിനകത്ത് കുട്ടികൾക്ക് വേണ്ട ചൈൽഡ് ഗൈഡൻസ് സെൻറ്റേഴ്സൊക്കെ ഈ ചൈൽഡ് വെൽഫെയർ സെൻറ്റേഴ്സൊക്കെ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യും. അതേപോലെ തന്നെ നഴ്സറി സ്കൂൾസ്, അല്ലേ? ആ ഒരു 3 to 6 ഇയേഴ്സുള്ള കുട്ടികൾക്ക് നഴ്സറി സ്കൂൾസ് അവരുടെ കളികളിലൂടെ അവർക്ക് ഓരോ കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ എൻവയോൺമെൻറ്റുമായിട്ട് അവർ ഡെവലപ്പ് ആകാനും, അതേപോലെ തന്നെ കുട്ടികൾക്ക് റീക്രിയേഷൻ സെൻറ്റേഴ്സൊക്കെ കളിക്കാനായാലും അവരുടെ മനസ്സിന് സമാധാനം കുളിർമ നേടുന്നു. അതേപോലെ തന്നെ സൂ, നമ്മുടെ പാർക്ക്, അതേപോലത്തെയൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ടും കുട്ടികൾക്ക് ഈ ഒരു ടൈമിലാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലേ? അവർക്കൊരു ഫസ്ട്രേഷൻസ് ഉണ്ടാകാതെ നല്ലൊരു ഇൻഫാൻസി സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ വരുന്ന ഡെവലപ്മെൻറ്റാണ് അവരുടെ ഭാവിയെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ്റ്റാബ്ലിഷിംഗ് ചൈൽഡ് വെൽഫെയർ സെൻറ്റേഴ്സിനകത്ത് പറഞ്ഞ ചൈൽഡ് ഗൈഡൻസ് സെൻറ്റേഴ്സ്, നഴ്സറി സ്കൂൾസ്, റീക്രിയേഷൻ സെൻറ്റേഴ്സ് ഫോർ ചിൽഡ്രൻ. റീക്രിയേഷൻ സെൻറ്റേഴ്സൊക്കെ കുട്ടികൾക്ക് കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. അടുത്തതാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് വേണ്ട കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കുറച്ച് 3-4 ഉണ്ട്. അപ്പം എങ്ങനെയാണ് ആ കുട്ടികളെ ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം ആ കുട്ടികളുടെ മൂവ്മെൻറ്റ്സ്, അവരുടെ ബിഹേവിയർ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി സൈക്കോളജിയിൽ പഠിക്കുന്ന കാര്യമാണ്. ഇപ്പം ഓരോ കാര്യങ്ങളും എടുത്തിട്ട് സൈക്കോളജിയിൽ നിങ്ങൾ കൂടുതലായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പം ഓരോന്നിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിഷ്വൽ ഇമ്പയർമെൻറ്റ്, ആൻഡ് സെക്കൻഡ് വൺ സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ, ആൻഡ് തേർഡ് വൺ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആൻഡ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്, വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻ ആൻഡ് മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രൻ. ഈ മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രനെ തന്നെ നമുക്കെന്താ പല രീതിയിലായിട്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെന്നാണ് ഈ മെൻ്റലി റിട്ടയർഡ്. അപ്പം അവരെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരെ കൂടുതലായിട്ടും ട്രീറ്റ് ചെയ്യേണ്ടത്. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്, സ്പെഷ്യൽ ക്ലിനിക് ആൻഡ് പൂളിംഗ് ടു ബി അവോയ്ഡഡ്. ഇത്രയും കാര്യങ്ങളും ഈ ഒരു ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെ സ്പെഷ്യലായിട്ട് നമ്മൾ കെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പം എന്താണ് ഈ വിഷ്വൽ ഇമ്പയർമെൻറ്റ്സ്? കാഴ്ച, അല്ലേ? വിഷ്വൽ എന്ന് പറയുമ്പം കാഴ്ചയില്ലാത്ത കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ കാഴ്ചയില്ലാത്ത കുട്ടികളെ നമ്മളൊരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഏത് രീതിയിലായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പോൾ വിഷ്വൽ ഇമ്പയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് കണ്ണ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മളെന്താ ബ്രെയിൽ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സ്കൂളിൽ പറഞ്ഞു വിടുകയോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ ടീച്ചേഴ്സ് എന്ന നിലയിൽ ഇവർക്ക് വേണ്ട സ്പെഷ്യൽ കെയർ, അല്ലേ? മറ്റുള്ള കുട്ടികൾക്ക് തോന്നരുത് ഇവന് മാത്രം സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് തോന്നാതെ നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട പ്രോപ്പർ കാര്യങ്ങൾ, അല്ലേ? അവർക്ക് വേണ്ട ഒരു പ്രോപ്പർ ഗൈഡൻസ് നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരിക. വിഷ്വൽ ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ടൊരു മുൻനിരയിൽ കൊണ്ടുവന്ന് ഇരുത്തുകയും അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം, അല്ലേ? കാണാൻ പറ്റാത്ത കുട്ടിയാണ്, അപ്പം എല്ലാം കേട്ട് മാത്രമാണ് അത് അറിയുന്നത്. അപ്പം കണ്ടും കേട്ടും തൊട്ടുമാണ് അവരറിയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ടീച്ചർ എന്ന നിലയിൽ ആ ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ വിഷ്വൽ ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികളെ തന്നെ നമ്മൾ സ്പെഷ്യലി നല്ല രീതിയിൽ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ഡിസീസസ് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം, സ്ട്രെക്കോമ ഉണ്ടാകാം, അതുപോലെ തന്നെ സ്കാലറ്റ് ഫീവർ, ഇതൊക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു വിഷ്വൽ ഇമ്പയർമെൻറ്റ് കുട്ടികൾക്ക് വളരെയധികം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അതിനുശേഷം പറയുന്നതാണ് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, അല്ലേ?
അല്ലെങ്കിൽ സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ. സോഷ്യലി ഹാൻഡിക്യാപ്ഡ് സെക്കൻഡ് വൺ ആണ്. സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആണ് സെക്കൻഡ് വൺ. അപ്പം സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡ് അല്ല അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഇതില്ലാത്ത അതായിരിക്കാം, നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് അവർക്കൊരു ഇതില്ലാത്ത രീതിയിലായിരിക്കും അത് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യലായിട്ട് ഹാൻഡിക്യാപ്പ്, എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അവരെ സമൂഹത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യിപ്പിക്കേണ്ടതെന്നൊക്കെ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കലായിട്ട് കാലിനോ കൈക്കോ അങ്ങനെ എന്തെങ്കിലും വൈകല്യമുള്ളവർ, ചിലപ്പോൾ കാലിനോ വയ്യ പോളിയോ ബാധിച്ചവരായിരിക്കാം, ചിലപ്പം ആക്സിഡൻസ് കൊണ്ടിട്ടാകാം കാലിനോ കൈക്കോ വയ്യാതെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ, എഴുതാൻ വൈകല്യമുള്ള കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ടീച്ചേഴ്സ് എന്ന നിലയിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അവരെ കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ, നല്ല രീതിയിൽ അവരെ നോക്കണം എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അടുത്താണ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കേൾവിശക്തി ഇല്ലാത്ത അല്ലെ, കേൾക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത് പല കാരണം കൊണ്ടിട്ടാകും. ചിലപ്പോൾ ബർത്തിലെ കേൾക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അസുഖം കാരണം അതങ്ങനെ വന്നതായിരിക്കാം. അങ്ങനെയുള്ളവരെ നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പം 3 to 6 years ഉള്ള കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ക്ലാസ്സിൽ വന്നതിന് ശേഷമായിരിക്കും അവർക്ക് ചെവിക്ക് എന്തെങ്കിലും തകരാറ് കുറഞ്ഞ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അവരുടെ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി, അത് പേരൻസ് ചിലപ്പോൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ പേരൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് പേരൻസിന് വേണ്ട ഗൈഡൻസ് കൊടുത്ത് അവരെ ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിൽ അവർക്ക് വേണ്ട പ്രോപ്പർ മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്നായാലും ഒരു ടീച്ചർ എന്ന നിലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ചെയ്യണം. അടുത്തതാണ് വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻ. വെൽഫെയർ സർവീസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ സർവീസൊക്കെ നോർമൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വെൽഫെയർ സർവീസസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പം വെൽഫെയർ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും നോർമൽ ചിൽഡ്രന് കൂടുതൽ കാര്യങ്ങൾ കെയർ ചെയ്ത് നോക്കുകയും വേണം. അതാണ് ഈ വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻ്റെ അകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രൻ്റെ അകത്ത് പറയുന്നത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ അല്ലെ, ബുദ്ധിമാന്ദ്യം കുട്ടികൾ ചിലപ്പോൾ പോളിയോ ബാധിച്ചവരായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റീസ് കാരണം എന്തെങ്കിലും ഈ മെനൻഡൈറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം. അപ്പം ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ എന്തൊക്കെയാണ് പറഞ്ഞാൽ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികളുടെ ക്ലാസ്സിൽ തന്നെ അവർക്ക് എല്ലാവരെയും ഇരിക്കുന്ന രീതിയിൽ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ അവർക്കൊരു നമ്മൾ തോന്നരുത് ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്ന് നമ്മൾ ടീച്ചേഴ്സ് അങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് അവർക്കൊരിക്കലും തോന്നരുത്. അവർക്ക് ഇപ്പോൾ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവർക്കും ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ അവർക്ക് അനുസൃതമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് മുന്നോട്ട് പോകുക. അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലിനിക്സ് ഈ പറയുന്ന ഈ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ക്ലിനിക്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നഴ്സറി സ്കൂൾസിൻ്റെ അല്ലെങ്കിൽ 3 to 6 years ഉള്ള കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫൂളിംഗ് ടു ബി അവോയ്ഡ്. ഇപ്പോൾ ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾ പല തരത്തിലായിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്. കുറച്ച് കുട്ടികൾ അവരെ കളിയാക്കാം അല്ലെ, അങ്ങനത്തെ രീതിയിൽ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഫൂളിംഗ് ടു ബി അവോയ്ഡഡ്. അങ്ങനെയുള്ള കുട്ടികളുടെ മറ്റുള്ള കുട്ടികൾ കളിയാക്കുന്ന രീതിയിലാണെങ്കിൽ അവർക്കത് മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടീച്ചർ അല്ലെങ്കിൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷണൽ ടീച്ചർ എന്ന നിലയിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് പോർഷനിലാണ് നമ്മൾ ഇച്ചിരൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത് വിഷ്വൽ ഇമ്പയർമെൻറ്റ്, സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻസ് ആൻഡ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആൻഡ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്, വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻ ആൻഡ് മെൻ്റലി റിട്ടേർഡ് ചിൽഡ്രനെ തന്നെ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അല്ലെ അവർക്ക് വേണ്ട അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം, സ്പെഷ്യൽ ക്ലിനിക്സ് ആയിരിക്കണം, ഫൂളിംഗ് ടു ബി അവോയ്ഡഡ്. അവർക്ക് ഒരു ഫൂളിംഗ് ഒന്നും അവർക്ക് മറ്റുള്ള കുട്ടികൾ അവരെ കളിയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറയാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇത്തിരി കണ്ടാൽ തന്നെ മനസ്സിലാകും. ചെറിയ ഒരു
മൊഡ്യൂളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അത്. ചിൽഡ്രൻ ഫാമിലിയിൽ എങ്ങനെയായിരിക്കണം, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോമിൽ എങ്ങനെയാണ് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ വീട്ടിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷന് നമ്മൾ ഇത്രയായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.